അപ്പോൾ ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീഡിയോ കേട്ടിട്ട് കുറേ ആയല്ലേ. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ സംസാരിക്കാൻ വന്നത് വെച്ചാൽ കുറേ ഞാൻ ഒരു കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എന്താ വെച്ചാൽ വെരിക്കോസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയാലോ എന്ന് വിചാരിക്കാം അല്ലേ. വെരിക്കോസ് പൂർണ്ണമായിട്ടും മാറുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റിലൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഇല്ലയോ? സപ്പോസ് അപ്പോൾ മാറാൻ തിരിച്ചു വരുമോ അല്ലേ? മാറാൻ തിരിച്ചു വരുമോ എന്നൊക്കെയാണ് പലരുടെയും സംശയം. അപ്പം ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞത്, വെരിക്കോസ് എന്നത് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവരോ അഥവാ അതെല്ലാം മറ്റൊരേ ഇരുന്ന് ജോലി ചെയ്യുന്നവരോ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. കൂടുതലും സ്ത്രീകളിലാണ് ഇത് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ ബാർബർ അങ്ങനെ പല പല റീസണുള്ളവർക്കൊക്കെ ഉണ്ട്. ആർക്കൊക്കെയാണ് കൂടുതൽ വരിക എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളതും അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ അപ്ലോഡ് ചെയ്യും. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഇത് അനുസരിച്ചുണ്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ സർജറി ഇതിന് നോർമലായിട്ട് ബേസിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളെടുത്ത് ഒഴിച്ചിലും കപ്പിങ്ങും തെറാപ്പികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സർക്കുലേഷനൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫൈ ആയി പിന്നെ ആ ബ്ലഡ് എടുത്ത് ഒഴിവാക്കാൻ അത് കുറേ സംഭവങ്ങൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സർജറിയും കാര്യങ്ങൾക്കൊന്നും ആദ്യം മുതിരരുത്. നമ്മൾ യുനാനി ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സോ ഹോമിയോപ്പതിയോ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുക. ഒരിക്കലും നമ്മൾ ആരും സർജറിയിലേക്ക് ഈ വെരിക്കോസും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് മാറോ ഇല്ലേ ഉള്ളതെന്നുള്ളതും പലർക്കും സംശയമാണ്. മാറും, പക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യതകളും ഞാൻ അതിൻ്റെ മുന്നേ ഓരോ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് പറയാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.